പരിയാരം മെഡിക്കൽ കോളേജിലെ ആ അർദ്ധരാത്രി നാടകം മന്ത്രി വീണ ജോർജും ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫും ഫോണുകൾ ഓഫ് ചെയ്ത് മുങ്ങിയത് വെറും ഒരു ഡിസ്ചാർജ് മാത്രമായിരുന്നോ? അത് ഒരു കുടുംബത്തിന്റെ തകർച്ചയുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും സ്ഫോടനാത്മകമായ തുടക്കമായിരുന്നോ? പത്തനംതിട്ട നാരങ്ങാനത്തെ പ്രശസ്തമായ ശങ്കരത്തിൽ കുടുംബത്തിൽ നിന്നും സഭയുടെയും അധികാരത്തിന്റെയും ഉന്നതങ്ങളിലേക്ക് വളർന്ന ഒരു ഭർത്താവിന്റെയും മന്ത്രി പദവിയിൽ തിളങ്ങി നിൽക്കുന്ന ഭാര്യയുടെയും ജീവിതത്തിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. വീണ ജോർജിന്റെ ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫിനെ വെറും ഒരു മന്ത്രിയുടെ ഭർത്താവ് എന്ന് വിളിക്കാനാവില്ല. പത്തനംതിട്ട നാരങ്ങാനം സ്വദേശിയായ അദ്ദേഹം മലങ്കര സഭയുടെ ഏറ്റവും ഉയർന്ന അൽമയ പദവിയായ സഭാ അൽമയ സെക്രട്ടറി ആയി 2017 മുതൽ 2022 വരെ നിർണായകമായ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ മെഡിക്കൽ സെൻ്ററുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ മേഖലയെക്കുറിച്ച് അതിൻ്റെ പ്രോട്ടോക്കോളുകളെക്കുറിച്ച് അഗാധമായ അറിവുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പരിയാരത്ത് നടന്ന സംഭവം ഏറെ ഗൗരവമായി നമ്മൾ സംസാരിക്കുന്നത്. ഫെബ്രുവരി 26 രാത്രി 3:30 ഡോക്ടർ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിലെത്തുന്നത്. ICUവിൽ ഉറങ്ങിക്കിടന്ന മന്ത്രിയെ ഉണർത്തി ഉടൻ ഡിസ്ചാർജ് വേണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുകയായിരുന്നു. അവിടെ അന്ന് തന്നെ വീണ ജോർജിനോടും ശബ്ദമുയർത്തി സംസാരിക്കുക പോലും ചെയ്തു. മെഡിക്കൽ ബോർഡ് തീരുമാനമില്ലാതെ വിടാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഡ്യൂട്ടി ഡോക്ടറുമായി അദ്ദേഹം വലിയ രീതിയിൽ തർക്കിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഒടുവിൽ 4 മണിയോടെ രാഷ്ട്രീയ സുരക്ഷയോ പൈലറ്റ് വാഹനങ്ങളോ ഇല്ലാതെ ഗൺമാൻ അഭിഷേക് എന്ന് പറയുന്ന ആളിനെ മാത്രം കൂട്ടി ഒരു സ്വകാര്യ വാഹനത്തിൽ അവർ പത്തനംതിട്ടയിലെ നാരങ്ങാനത്തേക്ക് തിരിക്കുകയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഈ ക്രൈം ന്യൂസ് പറഞ്ഞിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ശരിയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ ആക്രമണത്തിൻ്റെ പേരിൽ ആശുപത്രിയിൽ കഴിയുന്ന മന്ത്രിക്ക് നേരെ അട്ടിമറി ഉണ്ടാകുമോ എന്ന് ഭർത്താവ് ഭയപ്പെട്ടിരുന്നു. അതായത് അവരെ കൊലപ്പെടുത്തുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ് ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിക്കൊരു രക്തസാക്ഷി പരിവേഷം നൽകി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള പാർട്ടി ശ്രമിക്കുന്നു എന്നുള്ള ഭയം കൊണ്ടാണ്, ആ ആശങ്ക കൊണ്ടാണ് ഈ ബഹളത്തിനും പെട്ടെന്നുള്ള ഡിസ്ചാർജിനും പിന്നെ കാര്യമെന്നാണ് ക്രൈം നിരീക്ഷിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. പവിത്രമായ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ഡോക്ടർ ജോർജിന് മന്ത്രിയായ ശേഷം വീണയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായി. ഈ മന്ത്രിമന്ദിരത്തിലെ വാസവും തന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താത്തതും അദ്ദേഹത്തെ ഒരു സംശയരോഗിയാക്കിയോ എന്ന് ആറന്മുളയിലെ നാട്ടുകാർ ചോദിക്കുകയാണ്. അതോ താൻ ഉയർത്തിവിട്ട ഭാര്യ ഇന്ന് തന്നെ അംഗീകരിക്കുന്നില്ല എന്ന ഈഗോയാണോ ഇതിന് പിന്നിൽ എന്നുള്ളതും ഒരു സംശയമായി നിലനിൽക്കുകയാണ്. സഭ തനിക്ക് നേരെ വെച്ച് നീട്ടിയ രാഷ്ട്രീയ പ്രവേശനമാണ് വീണയ്ക്ക് ആ ഭർത്താവ് നൽകിയത്. ഇപ്പോൾ ഭാര്യയ്ക്ക് പകരം തനിക്ക് തന്നെ ആ സ്ഥാനത്തിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ജനിച്ചു എന്നുള്ള സൂചനയും ഇപ്പോൾ പുറത്തു വരികയാണ്. തൻ്റെ കുടുംബം തകരുന്നു എന്ന് വിലപിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ വീണ ജോർജിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തിൽ അദ്ദേഹം വളരെ ക്ഷുഭിതനാണ്. ഭാര്യ മത്സരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടിക്കാണോ അതോ ഭർത്താവിനാണോ എന്നുള്ള ചോദ്യമാണ് ആറന്മുളയിൽ നാട്ടുകാർ ഇപ്പോൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പിന് വേണ്ടി ഓടി നടന്ന് ക്ഷീണിതയായ ഭാര്യയെ സ്നേഹനിധിയായ ഭർത്താവ് ശാസനയോടെ തിരിച്ചു വിളിച്ചതാണെന്ന് കരുതാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. എന്നാൽ അങ്ങനെയെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച് മത്സര രംഗത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് വീണ ജോർജ് തന്നെ അഭ്യർത്ഥിക്കുന്നതായിരുന്നില്ലേ ഉചിതം എന്ന മറുചോദ്യവും ഇതോടൊപ്പം തന്നെ ഉണ്ട്. വീണ ജോർജ് ഇപ്പോൾ വെറും ഒരു ജേർണലിസ്റ്റ് അല്ല, CPIM എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ പടരുക തന്നെ ചെയ്യും. ഫെബ്രുവരി 26 പുലർച്ചെ തുടങ്ങിയ ആ യാത്ര മാർച്ച് 2 വരെ ഈ രണ്ടുപേരുടെയും ഫോണുകൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ കുടുംബജീവിതം തിരികെ വേണമെന്ന ആഗ്രഹം ന്യായമാണെങ്കിൽ അത് നടക്കുക തന്നെ വേണം. എന്നാൽ ഇതിന് പിന്നിൽ ഭർത്താവിൻ്റെ നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഈഗോയോ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയപ്പെടുകയും വേണം. ഇപ്പം രാഷ്ട്രീയ ഇടനാഴികളാണോ അതോ ഈ കുടുംബത്തിൻ്റെ സമാധാനമാണോ വേണ്ടതെന്നൊക്കെ ചിന്തിക്കാനുള്ള അവകാശം വീണ ജോർജിന് തന്നെയാണ്. എങ്കിലും ഡോക്ടർ ജോർജ് ജോസഫിൻ്റെ വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ മന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.